ഹായ് ഇസ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് മകരവിളക്ക് സ്പെഷ്യാലിറ്റീസ്, മകരവിളക്കിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ശബരിമലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ മകരസംക്രാന്തി നാളിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് മകരവിളക്ക് എന്നത്. ശ്രീധർമ്മശാസ്താ ക്ഷേത്രം അയ്യപ്പൻ്റെ ക്ഷേത്രം. അപ്പോൾ അവിടെ നടക്കുന്നൊരു ഉത്സവമാണ്, മകരസംക്രാന്തി ദിനത്തിൽ നടക്കുന്നൊരു ഉത്സവമാണ് മകരവിളക്ക് എന്നത്. ആ ഒരു ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അന്ന് തിരുവാഭരണം, അതായത് അയ്യപ്പൻ്റെ ആഭരണം വഹിച്ചുകൊണ്ട് ഒരു ഘോഷയാത്ര നടക്കും. അതോടൊപ്പം അന്ന് വൈകിട്ട് ദീപാരാധന നടക്കും. ദീപാരാധന നടക്കുന്ന സമയത്ത് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും. അത് കാണുവാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുക, മകരവിളക്ക് ദർശിക്കുവാനായിട്ട്. ഈ വർഷം ഏകദേശം 4 ലക്ഷത്തിലധികം ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്തിനകത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും ആളുകൾ ഇത് കാണുവാനായിട്ട് ഈ മകരസംക്രാന്തി നാളിൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. പൊന്നമ്പലമേട്ടിലാണ് മകരവിളക്ക് തെളിയുക. അപ്പോൾ മകരവിളക്കിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നോക്കുമ്പോൾ, വനത്തിലെ മലയന്മാർക്കാരിയുടെ പിൻഗാമികളെന്ന് അറിയപ്പെടുന്ന മലയര ഗോത്രത്തിൽപ്പെട്ട ആദിവാസികൾ വർഷങ്ങളായിട്ട് അനുഷ്ഠിച്ചു വരുന്ന ഒരു ആചാരമാണ്. അവരുടെ മതപരമായ ഒരു ആചാരമാണ് ഈ മകരവിളക്ക് എന്നത്. അത് പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് രഹസ്യമായി തുടർന്നു. അതാണ് മകരവിളക്കായിട്ട് പിന്നീട് പൊന്നമ്പലമേട്ടിൽ മകരവിളക്കായിട്ട് അത് തെളിയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.